അപ്പൊ ഇതൊരു 3 ഘട്ടങ്ങളായിട്ടാണ് നമ്മൾ നടത്തുന്നത്. ആദ്യമായിട്ട് നമുക്ക് ആപ്പിള് ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ആപ്പിളാണ്, അതായത് മാർക്കറ്റിൽ നിന്ന് വാങ്ങിയ, അല്ലാതെ ഞാൻ പ്രത്യേകിച്ച് ഇതിൽ നിന്ന് ഒടിച്ചെടുക്കുകയൊന്നും ചെയ്തതല്ല. കടയിൽ നിന്ന് വാങ്ങിച്ച ആപ്പിളാണ് ഞാൻ ഈ ചെയ്യുന്നത്. അത് നല്ല കണക്ക് കഴുകിയെടുക്കുക. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ഉള്ളിയും ഇതും ആദ്യം കഴുകിയെടുക്കുക. പിന്നെ അലുവേരയാണ്. അലുവേര എന്ന് പറയുമ്പോൾ നമ്മുടെ കറ്റാർ വാഴ, ഈ ഒരു സാധനം കൂടെ ഉണ്ട്. അപ്പൊ ഇത് 3ഉം കൂടെ ചെയ്യുന്ന ഒരു കോമ്പിനേഷനാണ്. അതായത് നമുക്ക് ആപ്പിൾ എങ്ങനെ ക്രാഫ്റ്റിംഗ് ചെയ്ത് പെട്ടെന്ന് നമുക്ക് തൈകൾ ഉണ്ടാക്കി പെട്ടെന്ന് തന്നെ അതിൽ കായ എങ്ങനെ ഉണ്ടാക്കാവുന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. ഞാനിപ്പോ 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. നിങ്ങൾ 2, 3, 4 നിങ്ങളുടെ ഇഷ്ടം കണക്ക് ഒരു ഗ്ലാസ്സിൽ നിങ്ങൾ ആദ്യം ചെയ്യുമ്പോഴത്തേക്ക് ഒരു ഗ്ലാസ്സിൽ ചെയ്യുക. നിങ്ങൾ ആദ്യം പരീക്ഷിക്കുക, നിങ്ങളുടെ അത് സക്സസ് ആകുന്നുണ്ടോ എന്ന് നോക്കുക. എന്തെങ്കിലും സക്സസ് ആകാതെ വരികയാണെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന എന്തെങ്കിലും മിസ്റ്റേക്ക് വഴിയായിരിക്കും. ഇതിപ്പോ ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടറാണ് ഞാൻ ഇത് ഒഴിക്കുന്നത്, അല്ലാതെ നമ്മൾ പൈപ്പിൽ നിന്ന് വരുന്ന വെള്ളത്തിൽ ചിലപ്പം കൃമികളും അങ്ങനെയുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് ഒരു പക്ഷേ ഇതിന്റെ വേരുകൾ നശിപ്പിക്കാൻ സാധ്യതയുണ്ട്. ഞാനിപ്പോ നല്ല ബോട്ടിൽ, ഞാൻ കടയിൽ നിന്ന് വാങ്ങിച്ച ബോട്ടിൽ തന്നെയാണ്, ഇതൊരു ബോട്ടിൽ ഞാൻ വാങ്ങിച്ചു, വെള്ളം വാങ്ങിച്ച് അതാണ് ഞാൻ ഈ ഗ്ലാസ്സിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത്. ഇതിന്റെ കൂട്ടത്തിൽ നിങ്ങൾ നോക്കിയാൽ കത്തി കൊണ്ട് നമ്മൾ കറ്റാർ വാഴ, നിങ്ങൾ ഒന്നെങ്കിൽ കത്തി കൊണ്ട് ഇതിങ്ങനെ ചെയ്യാൻ പറ്റും, അതല്ലെങ്കിൽ വാഴ ഇത് കണക്ക് ചെറിയ കഷ്ണങ്ങൾ, ചെറിയ ചെറിയ ചീളുകളാക്കി ആ വെള്ളത്തിലേക്ക് ഇടുക. നിങ്ങൾ ആദ്യം ചെയ്യുമ്പോൾ ഞാൻ വീണ്ടും പറയാണ്, നിങ്ങൾ ഒരു ഗ്ലാസ്സിൽ ചെയ്തു നോക്കുക, ഒരു ആപ്പിളിൽ പരീക്ഷിക്കുക. അത് സക്സസ് ആകുകയാണെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് കണക്ക് ചെയ്യാം. അപ്പം വെള്ളത്തിലേക്ക് ഞാൻ കറ്റാർ വാഴ ഇത് കണക്ക് ചെറിയ ചെറിയ ഇതായിട്ട് ചീളായിട്ട് വെച്ച് ഇനി ഞാൻ സവോളയാണ് എടുക്കുന്നത്. നോക്കിയ സവോള എന്ന് പറഞ്ഞാൽ എനിക്ക് പഴകിയ സവോളയായിരുന്നു എൻ്റെ കയ്യിലുള്ളത്. നിങ്ങൾക്ക് പഴകിയത് വേണമെന്നില്ല, എനിക്ക് അവൈലബിൾ ആയിട്ട് എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്ന പഴകിയ സവോളയാണ്. അതുകൊണ്ട് ഞാൻ പഴകിയെടുത്ത് അതിന്റെ തൊലി നമുക്ക് ഇത് കണക്ക് ആദ്യമായിട്ട് തൊലി കളയണം. തൊലി കളഞ്ഞിട്ട് ഇത് കണക്ക് ഈ സാധനത്തിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്, നമുക്കത് എന്താ തിരുമിയിടുന്നത്. അപ്പം ഈ ഒരു ഒന്നുകിൽ കത്തി മതി, അല്ലെങ്കിൽ ഈ ഒരു സാധനം കൊണ്ട് നിങ്ങൾ ഈ കറ്റാർ വാഴ നമ്മൾ ചെറിയ ചീളുകളാക്കിയിട്ട് അതിന്റെ പുറത്തോട്ട് ഇതുകൂടി ഇടുക, വെള്ളത്തിൽ തന്നെ ആ ഗ്ലാസ്സിൽ തന്നെ ഇത് ഇടുക. ഞാൻ 5 ഗ്ലാസ് എടുത്തിട്ടുണ്ട്. അപ്പം വളരെ നല്ല ഫലഭൂയിഷ്ടമായിട്ട് ഈ ആപ്പിൾ ഉണ്ടാകും. നോക്കിയാൽ ഞാൻ 5 ആപ്പിൾ ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, 5 ഗ്ലാസ് എടുത്തു വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത്, നിങ്ങൾ ഈ കടകളിൽ നിന്ന് വാങ്ങിക്കുന്നത് കൂടുതൽ ഇത് കണക്ക് നാമ്പ് നിൽക്കുകയാണെങ്കിൽ അത് കണ്ടിച്ച് കളയണം. കണ്ടിച്ച് ഞാൻ കളയുന്ന നോക്ക് വളരെ കൃത്യമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇത് കണക്ക് എല്ലാത്തിൻ്റെയും ഞാൻ നോക്കി കണ്ടിച്ചു വെച്ച്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഗ്ലാസ്സിൽ വെക്കുന്ന ആ ഏത് സൈഡാണ് നമ്മൾ ഗ്ലാസ്സിൽ വെക്കുന്നത്. ഇനി നമുക്ക് ഗ്ലാസ്സിലോട്ട് ഇടുകയല്ല, ഈ ഒരു സാധനം വെച്ച് നിങ്ങൾ എന്തെങ്കിലും ഈർക്കില് മതി, ഈർക്കിലുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. ആ ഈർക്കിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കൊണ്ട് ചെറുതായിരിക്കണം, നമ്മുടെ ഈ ആപ്പിള് മുറിഞ്ഞു പോകാതോ അല്ലെങ്കിൽ അതിനകത്ത് കട്ടുണ്ടാകാതെയോ നോക്കണം. ഇങ്ങനെ 3 സ്ഥലത്ത് വെച്ച് നമുക്ക് അത് ഈ ഗ്ലാസ്സിലേക്ക് വെക്കാം. അപ്പൊ ഗ്ലാസ്സിലേക്ക് വെക്കുമ്പോഴത്തേക്ക് ശ്രദ്ധിക്കണം, ഇതിന്റെ ഏത് വശമാ വെക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. അപ്പൊ ഞാൻ എല്ലാ ആപ്പിളിലും ഈ ഒരു ആരോ പോലത്തെ ഇത് ഞാൻ കയറ്റി, ഞാൻ ഈർക്കിലാണ് ഇങ്ങനെ ചെയ്യുന്നത്. അപ്പം ഈർക്കിൽ വെച്ചിട്ട് നിങ്ങൾ നോക്കി ഏത് നമ്മുടെ ആ ഒരു, അതായത് മേളിലത്തെ ആ ഒരു നമ്മൾ കട്ട് ചെയ്ത ആ ഭാഗം മേളിൽ നിൽക്കണം, അതിലേ ആയിരിക്കും നമുക്ക് ഇത് വരുന്നത്. അപ്പൊ കട്ട് ചെയ്ത ഭാഗം മേളിലായിട്ട്, അതായത് എന്നാ പറയുന്ന ഞെരട്, അതുള്ള സാധനം മേളിൽ വെച്ചിട്ടാണ് ഞാൻ ഇത് വെച്ചിരിക്കുന്നത്. അപ്പം ഇത് കുറച്ച് ദിവസം നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് നോക്കുക, ഇതേ നാമ്പ് വരുന്നുണ്ടോ എന്ന്. അപ്പൊ ഇങ്ങനെ ഞാൻ 5 ചെയ്ത് ഒരുപോലെ 5 ഗ്ലാസ്സിൽ ഞാൻ ചെയ്തു വെച്ച് ഇത് കഴിഞ്ഞ് 13 ദിവസം, ഞാൻ 13 ദിവസം ശ്രദ്ധിച്ച് 13 വരെ 15 ദിവസം ചിലപ്പോൾ എടുക്കും. അപ്പൊ 13 എന്നും നിങ്ങൾ ഇത് കണക്ക്, ഞാൻ വെള്ളം എന്ത് നല്ല കണക്കാണ് തെളിക്കുന്നത്, വെള്ളം അത് കണക്ക് നിങ്ങൾ എന്നും ഇതിന്റെ പുറത്ത് തളിച്ചുകൊണ്ടിരിക്കുക. വെള്ളമാണ് അത്യാവശ്യം. അപ്പോഴത്തേക്ക് 13 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ എല്ലാ ആപ്പിളിലും നാമ്പ് പൊട്ടി വന്നിട്ടുണ്ട്. നോക്കി കരുത്തായ ആ ഒരു ഇലകളാണ് വന്നിരിക്കുന്നത്. നല്ല തൈകൾ, ആപ്പിളിന്റെ നല്ല തൈകളാണ്. അതും താഴെ നോക്കിയ വേര് ശരിയായിട്ട് വേര് വന്നിട്ടുണ്ട്. ആ ഗ്ലാസ് നിറച്ച് വേരുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. അത്രയ്ക്ക് വേരവിടെ ഉണ്ടായിട്ടുണ്ട്. വളരെ നല്ല ഒരു ക്രാഫ്റ്റിംഗ് ടെക്നിക്കാണിത്. നിങ്ങൾ ചെയ്തു നോക്കണം. ഞാൻ വീണ്ടും പറയുകയാണ്, നിങ്ങൾ ആദ്യമായിട്ട് ചെയ്യുമ്പോൾ ഒരു ഗ്ലാസ്സിൽ ഒരു ആപ്പിളിൽ നിങ്ങൾ പരീക്ഷിച്ച് നോക്കുക, തീർച്ചയായിട്ടും നിങ്ങൾക്ക് സക്സസ് ആകും. ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങിക്കുക. അത് കണക്ക് തന്നെ നിങ്ങൾ ഉള്ളി എടുക്കുക, പിന്നെ കറ്റാർ വാഴ, അലോവേര എടുക്കുക.
ഇത് എല്ലാം കൂടെ യോജിപ്പിച്ച് ഞാൻ ചെയ്ത കണക്ക് തന്നെ നിങ്ങൾ ചെയ്യണം. ഇനി നമുക്ക് ചെയ്യാനുള്ളത് ഈ വെള്ളം മാറണം. വെള്ളം 10-13 ദിവസമായപ്പോഴത്തേക്ക് അതിനകത്തെ വെള്ളം ചീത്തയായി. ഇനി നമ്മൾ വെള്ളം മാറാൻ പോവുക. അതിനുവേണ്ടി ചെയ്യുന്ന എങ്ങനെയാണെന്ന് നിങ്ങൾ നോക്കണം. അതിനു വേണ്ടി പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ വളരെ പതിയെ അതിന്റെ വേരുകൾക്കോ അല്ലെങ്കിൽ ആപ്പിളിനോ അല്ലെങ്കിൽ ആ തൈക്കോ ഒന്നും പറ്റാത്ത രീതിയിൽ നമ്മൾ ഗ്ലാസ്സിൽ നിന്ന് അത് എടുക്കണം. എടുത്തിട്ട് നോക്കി എന്ത് നല്ല വേരുകളാണ് വന്നിരിക്കുന്നത്. അപ്പം ഇത് നമ്മൾ മാറ്റി വെക്കണം. എന്നിട്ട് ഈ വെള്ളം കളയണം. അതിനാണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. അപ്പം ഈ ആപ്പിൾ ഞാൻ എടുത്ത് ഈ ഇലയിലേക്ക് വെക്കുകയാണ്. അങ്ങനെ ഞാൻ അതിനകത്ത് നിങ്ങൾ നോക്കി ഇതിന്റെ ഇലയൊക്കെ എന്ത് പച്ച ഇലയാ വന്നിരിക്കുന്നത്. ആപ്പിളിന്റെ ഇലയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ നല്ല രീതിയിൽ അത് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ഇത് ഉപകരിക്കും. അപ്പം ഞാൻ 5 എടുത്ത് ഞാൻ ഇലയിൽ വെച്ച് ഇനി ഞാൻ മറ്റേ ആ ഗ്ലാസ്സിൽ ഇരുന്ന വെള്ളം ഞാൻ കളഞ്ഞ് വീണ്ടും ഞാൻ ഡിസ്റ്റിൽഡ് വാട്ടർ തന്നെ അതിനകത്തേക്ക് ഒഴിക്കുകയാണ്. 5 ഗ്ലാസ്സിലും ഞാൻ വീണ്ടും വെള്ളം നിറയ്ക്കുകയാണ്. അതായത് നിങ്ങൾ തുളുമ്പ വെള്ളം എടുക്കാൻ ശ്രമിക്കരുത്. ഒരു സ്വല്പം ആ ഗ്ലാസിന്റെ മേളിൽ അല്പം ഇട്ടിട്ട് ആ ഒരു സ്ഥലം ഇട്ടിട്ടേ നിങ്ങൾ വെള്ളം ഒഴിക്കാവുള്ളൂ. നിങ്ങൾക്ക് ഇതിനകത്ത് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു എക്സ്പെൻഡിച്ചറും ഇതിനകത്ത് വരുന്നില്ല. കത്തി നിങ്ങളുടെ വീട്ടിലുണ്ട്. ആപ്പിൾ നിങ്ങൾക്ക് ഒരു ആപ്പിൾ വാങ്ങിച്ചാൽ മതി, വാങ്ങിക്കാൻ കിട്ടും. അതുകൂടാതെ ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങിക്കണം. നിങ്ങൾക്ക് ഇനി ഡിസ്റ്റിൽഡ് വാട്ടർ വാങ്ങിക്കാൻ നിങ്ങൾക്ക് സൗകര്യമില്ലെങ്കിൽ നിങ്ങൾ നല്ല പൈപ്പ് വെള്ളം നോക്കിയെടുക്കണം. അതിനകത്ത് അഴുക്കോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും കാണില്ല. ഞാനിപ്പോ ആ ഗ്ലാസ്സിൽ വെള്ളം നിറച്ച് വീണ്ടും നേരത്തെ വെച്ചത് കണക്ക് തന്നെ ഞാൻ വീണ്ടും ഗ്ലാസ്സിലേക്ക് വെക്കുകയാണ്. അതിന്റെ താഴെ ഗ്ലാസിന് താഴെ നിങ്ങൾ നോക്കി ആ വേരെല്ലാം വളരെ നല്ല കണക്ക് കാണുന്നുണ്ട്. അതായത് വളരെ സേഫ്റ്റിയോടുകൂടിയാണ് ഞാൻ എടുക്കുകയും വെക്കുകയും ചെയ്തത്. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് നിങ്ങൾ നോക്കണം, പെട്ടെന്നാണ് ഇതിന്റെ ഗ്രോത്ത് ഉണ്ടാകുന്നത്. എന്ത് പെട്ടെന്ന്! വേരാണെങ്കിലും കൂടുതൽ, നേരത്തെക്കാട്ടി കൂടുതലുണ്ടായി. ഈ രണ്ടാമത് വെള്ളം വെച്ചപ്പോൾ ഞാൻ ആ വെള്ളത്തിൽ ഒന്നും വിട്ടില്ല, വെറും ഡിസ്റ്റിൽഡ് വാട്ടർ ആയിരുന്നു വെച്ചത്. അതിന്റെ പുറത്ത് ഈ ആപ്പിൾ ഞാൻ ഇത് കണക്ക് തന്നെ വെച്ച് നോക്കി. കുറച്ച് ദിവസങ്ങൾക്ക്, വളരെ ചെറിയ ദിവസങ്ങൾക്കുള്ളിൽ, വളരെ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ ഇതെല്ലാം വളരെ രീതിയിൽ വളരെ ഗ്രോത്തോടു കൂടി വന്നിട്ടുണ്ട്. വീണ്ടും നിങ്ങൾ ഇതിൻ്റെ അകത്ത് വെള്ളം ഒഴിക്കണം. വെള്ളമാണ് ഇതിന്റെ പ്രധാനം. അടിയിലത്തെ വെള്ളം കളയുന്നത് കണക്ക് തന്നെ നമ്മൾ മേളിൽ കണ്ടിന്യൂ ഡെയിലി നമ്മൾ വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കണം. ആ വെള്ളം ചെന്ന് ചേരുമ്പോഴത്തേക്ക് അടിയിലത്തെ വെള്ളം പുറത്തേക്ക് പോകും. അത് കുറച്ച് പൊയ്ക്കോട്ടെ, അത് നല്ലതാണ്. അപ്പൊ ഈ ഒരു രീതിയിലാണ് വന്നിരിക്കുന്നത്. നോക്കി, ഇത്രയും ദിവസമായിട്ടും ആപ്പിളിന് ഒരു കളർ വ്യത്യാസം വന്നിട്ടുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്ന കണക്ക് അത്രയും ഒരു ഇതായിട്ട് വന്നിട്ടില്ല. ഞാൻ വെള്ളം ശരിക്കും ഒഴിക്കുന്നുണ്ട്. നിങ്ങൾ ഒന്നെങ്കിൽ സ്പ്രേ ചെയ്യുന്ന ബോട്ടിലിൽ വെള്ളം എടുത്ത് ഒഴിക്കുക. ഞാനത് മൊത്തത്തിന് നല്ല കണക്ക് വെള്ളം തളിച്ചിട്ടുണ്ട്. നോക്കി, ഇലയിലെല്ലാം വെള്ളം വന്നിരിക്കുന്നത് നിങ്ങൾ കാണണം. ഇത് കണക്ക് തന്നെ നിങ്ങൾ ചെയ്യണം. ഇല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തിട്ട് പറയുക ഇത് ഫെയിലായി, ഇത് ഫേക്കാണെന്നൊന്നും പറയല്ലേ. ഞാനിത് ചെയ്ത് അതിന്റെ ഫലം കണ്ടതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാനിത് ഷെയർ ചെയ്യുന്നത്. നോക്കി, ഇലകളൊക്കെ നോക്കി എന്ത് കരുത്തോടുകൂടി, എന്ത് ഗ്രോത്ത് അതിനുണ്ടായിരിക്കുന്നത്. വേരാണെങ്കിൽ നമ്മൾ പിടിച്ചാൽ പൊട്ടുകയില്ലാത്ത വേരുകളൊക്കെ ഉള്ളതായി. ഇത്രയും പെട്ടെന്നാണ് ഇത് ഗ്രോത്ത് ചെയ്യുന്നത്. നിങ്ങൾ ചെയ്തു നോക്കണം, എന്നാലേ നിങ്ങൾക്ക് മനസ്സിലാകത്തുള്ളൂ. ഇനി ഇത് നമുക്ക് ഇതിൽ നിന്നെടുത്ത് ഈ വെള്ളത്തിൽ നിന്ന് മാറ്റി, ഈ ഗ്ലാസ്സിൽ നിന്ന് മാറ്റി നമുക്ക് ചട്ടിയിൽ, ഞാൻ അതിനു വേണ്ടിയിട്ട് 5 ചട്ടിയും വാങ്ങിച്ച്, പ്ലാസ്റ്റിക്കിന്റെ ചട്ടിയാണ്. നിങ്ങൾക്ക് മണ്ണിന്റെ ചട്ടിയോ പ്ലാസ്റ്റിക്കിന്റെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ഉപയോഗിക്കാം. അതിനകത്തേക്ക് ഞാൻ നോർമൽ മണ്ണാണ് ഇടുന്നത്. ഇതിനകത്ത് എന്തെങ്കിലും വളവോ അങ്ങനെയുള്ള ഒരു കാര്യവും ഇട്ടിട്ടില്ല. 5 ചട്ടിയിലും മണ്ണിട്ട്, നമ്മൾ ഇട്ട മണ്ണൊക്കെ ഒരു പരുവത്തിൽ ഒരു ലെവലിലാക്കി വെക്കണം. എന്നാലേ നമുക്ക് ഈ ആപ്പിൾ ഇതിനകത്തോട്ട്, ഈ തൈ അതിനകത്തോട്ട് നമുക്ക് വെക്കാൻ പറ്റത്തുള്ളൂ. ഇത് നമുക്ക് വേണ്ടുന്ന മുട്ടയാണ്. നോക്ക്, ഈ മുട്ട ഇത് കണക്ക് പൊട്ടിച്ച് ആ മണ്ണിൽ നമ്മൾ ഒഴിക്കണം. നമ്മളെടുത്ത ആ മണ്ണിൽ, ചെടിച്ചട്ടിയിൽ എടുത്ത മണ്ണിൽ നമ്മൾ ഇത് കണക്ക് മുട്ട പൊട്ടിച്ചു ഒഴിക്കണം. ഓക്കെ, ഞാൻ 5 മുട്ടയെടുത്ത് 5 ചട്ടിയിലും 5 മുട്ട, ഓരോ മുട്ട വെച്ച് ഞാൻ ഒഴിച്ച്, മറ്റേ നമ്മുടെ ഗ്ലാസിന്റെ അവിടെ തന്നെ, അത് ഞാൻ അവിടുന്ന് ഇതുവരെ മാറ്റിയില്ല. ഗ്ലാസ്സിൽ തന്നെയാണ് ആപ്പിൾ ചെടികൾ ഇരിക്കുന്നത്. നല്ല കണക്ക് അതിന്റെ ഗ്രോത്ത് വന്നിട്ടുണ്ട്. ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചു കാണണം. ഇനി ആപ്പിൾ എടുത്ത് നമ്മൾ വളരെ അതിന്റെ വേരിനൊന്നും പറ്റല്ലേ, നമ്മൾ കുത്തിവെച്ച് ആരോ എടുത്ത് മാറ്റിയിട്ട് അത് നമ്മൾ എവിടാ മുട്ട ഒഴിച്ചത് ആ മുട്ടയുടെ പുറത്തോട്ട് വെക്കുക. മുട്ടയുടെ പുറത്തോട്ട് വെച്ചിട്ട് ബാക്കി മണ്ണൂടെ ഇട്ട് മൂടുക. അങ്ങനെ 5 എണ്ണം നിങ്ങൾ ചെയ്യുക. ഞാൻ ഓരോന്നായിട്ട് എടുക്കുക. ആദ്യം ഒരെണ്ണം എടുത്ത് അത് ചെടിച്ചട്ടിയിലോട്ട് വെച്ച്, മണ്ണിന്റെ പുറത്ത്, മുട്ടയുടെ പുറത്ത് വെച്ച്, വീണ്ടും മണ്ണിട്ട് മൂടി, അങ്ങനെ രണ്ടാമത്തേത് എടുത്ത് വെച്ച്, അങ്ങനെ ഞാൻ ഈ 5 എണ്ണവും വെക്കാൻ. വളരെ ശ്രദ്ധിക്കുക, വേര് പൊട്ടാതിരിക്കുക. നമ്മൾ എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കണം, വേര് അതിന്റെ പൊട്ടുവാനിടയാകല്ലേ.
അപ്പൊ നോക്കിയേ, ആപ്പിള് നേരത്തെ കണക്ക് തന്നെ ഇരിക്കുന്നു, വലിയ വ്യത്യാസം അതിന് നിറവോ അങ്ങനെയുള്ള കാര്യങ്ങളോ അതിന് വന്നിട്ടില്ല. ഇനി ഞാൻ മണ്ണിട്ട് വളരെ ഇത് മൂടുകയാണ്. ആപ്പിള് നമ്മുടെ മണ്ണിനടിയിൽ തങ്ങി നിൽക്കണം, അതായത് മണ്ണിലടിയിലായിരിക്കണം, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഞാൻ 5 ചട്ടിയിൽ മണ്ണിട്ട് അതിന് ലെവല് ചെയ്യുക. ആ ചെടി നല്ല കണക്ക് ഇത് നമ്മൾ അമക്കി പൊത്തി വെക്കണം. ആ ഇട്ട മണ്ണ് നിങ്ങൾ നോക്കിയേ. ഞാനിനി വെള്ളം തളിക്കുകയാണ്. വെള്ളം ആദ്യം തളിക്കണം. ഇതിന്റെ ഇലയിലെല്ലാം വെള്ളം പറ്റുന്ന കണക്ക് നമ്മൾ വെള്ളം തളിക്കണം. അത് കണക്ക് തന്നെ വെള്ളം ഒഴിക്കുകയും വേണം. നല്ല കണക്ക് വെള്ളമാണ് ഇതിന്റെ മെയിൻ. ചെടി എന്ന് പറഞ്ഞാൽ വെള്ളം ഉണ്ടെങ്കിലേ അത് നിൽക്കത്തുള്ളൂ. നമ്മൾ 2 ദിവസം നമ്മൾ ചെടിക്ക് മഴയില്ലാത്ത സമയത്ത് നമ്മൾ വെള്ളം ചെടിക്ക് കൊടുത്തേ പറ്റത്തുള്ളൂ. വെള്ളമില്ലെങ്കിൽ ചെടി ഉണങ്ങിപ്പോവും. അത് എത്ര നല്ല കരുത്തുള്ള ചെടിയാണേലും തന്നെ ഞാൻ എന്തുമാത്രം വെള്ളമായി ഇതിനകത്ത് ഒഴിക്കുന്നത് നിങ്ങൾ ശ്രദ്ധിക്കണം. കണക്ക് വെള്ളം ഒഴിച്ചെടുക്കാൻ പറ്റും. 5 ചെടിയിൽ നോക്കി എന്ത് പെട്ടെന്ന് ഇതിനകത്ത് ആപ്പിൾ ഉണ്ടായി. അതും എന്ത് കരുത്തേറിയ ആപ്പിളാണ്. നോക്കിയേ, വലിയ മരത്തേലുണ്ടാകുന്ന കണക്കുള്ള ആപ്പിളാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. ഇതിന്റെ ഞാൻ കുറച്ച് ദിവസം ശ്രദ്ധിക്കാഞ്ഞതുകൊണ്ട് ഇതിന്റെ കൂട്ടത്തിൽ പുല്ലൊക്കെ പിടിച്ചിട്ടുണ്ട്. അത് വലിയ